എല്ലാവർക്കും ജസ്നസ് കുക്ക് ബൈറ്റ്സിലേക്ക് സ്വാഗതം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പൊതുവേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലൊരു കൺഫ്യൂഷനാണ് എന്തുണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. ഇതിൽ നമ്മൾ ഓട്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഗോതമ്പ് മാവ് ചേർത്തിട്ടുണ്ട്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഫോളോ ചെയ്യാവുന്നതാണ്. പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഈ ഓട്സ് നമ്മളൊന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് നന്നായിട്ട് നമ്മളതിനെ അങ്ങ് ചൂടാക്കി എടുക്കാം. ഓട്സ് എപ്പോഴും ഇതുപോലെ റോസ്റ്റ് ചെയ്യാതെ റോ ആയിട്ട് എടുക്കുന്നതാണ് ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ കുറച്ചും കൂടിയും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലത്. പക്ഷെ നമുക്കതിൻ്റെ റോ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതിവിടെ ഇരുന്നിട്ട് ചൂടാറട്ടെ. ഇതിലേക്ക് നമുക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മഷ്റൂം, ബീൻസ്, ക്യാരറ്റ്, പിന്നെ നമ്മുടെ ചുവന്ന ചീര. നമ്മുടെ വീട്ടിലുള്ള എന്ത് വെജിറ്റബിൾസും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. പക്ഷേ അതെല്ലാം നല്ല ചെറുതായിട്ട് അരിഞ്ഞിരിക്കണം. നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം നമ്മൾ വെജിറ്റബിൾസ് ഇതിലേക്കെല്ലാം ചേർക്കാനായിട്ട്. അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിലേക്ക് എടുക്കേണ്ടത് സവോള വേണം, മല്ലിയില വേണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്. ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞെടുക്കണം. സവോള വളരെ കുറച്ച് മതി ഇതിലേക്ക്. ഞാനിപ്പോഴും മീഡിയം സൈസ് സവോളയുടെ ഒരു അര ഭാഗമാണ് ഇപ്പോൾ ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് കപ്പലണ്ടി നമ്മൾ എടുത്തു വെക്കണം ഇതിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ പച്ചക്കപ്പലണ്ടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് വറുത്ത കപ്പലണ്ടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതെടുത്തോളൂ. പച്ചക്കപ്പലണ്ടി എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പ്രോട്ടീൻ കുറച്ച് കൂടുതലുള്ളത് പച്ചക്കപ്പലണ്ടിയിലാണ്. ഇത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. പൊടിച്ചെടുക്കണ്ട, ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിലാക്കി ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ഓട്സ് നമുക്ക് നല്ല ഫൈൻ പൗഡറാക്കി നമുക്ക് പൊടിച്ചെടുക്കണം. ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഓട്സിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് ഓട്സിന് 1 കപ്പ് ഗോതമ്പ് പൊടി. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളും കപ്പലണ്ടിയും കൂടി ഒന്ന് നന്നായി മിക്സ് ആവുന്ന തരത്തിലൊന്ന് മിക്സാക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് പച്ചക്കറി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് ആഡ് ചെയ്തിട്ട് കൊടുക്കാമെന്ന്. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത്, പച്ചമുളകും ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാക്കി തന്നെ ഇതിലേക്ക് ചേർക്കണം കേട്ടോ. മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്തു. ഈ പൊടികളും വെജിറ്റബിളും ഒക്കെ കൂടി നന്നായി മിക്സ് ആവുന്ന തരത്തിൽ നമ്മൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കാം. സ്പൂൺ വെച്ചിട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ, കൈ വെച്ചിട്ട് മിക്സാക്കാം. പിന്നെ കുറച്ച് ചതച്ച മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചാറ്റ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ചാറ്റ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ഇത് നന്നായിട്ട് ഒന്നും കൂടി മിക്സാക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് എല്ലാതും കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വരുന്ന തരത്തിൽ നമ്മൾ നന്നായി മിക്സ് ആക്കണം. ഇപ്പോൾ ഇതിൽ നമ്മൾ ഓട്സ് എടുത്തിട്ടുണ്ട്. ഓട്സ് ഫൈബർ റിച്ച് ആണ്. ഗോതമ്പ് പൊടിയിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. വെജിറ്റബിൾസ് ന്യൂട്രിയൻസ് റിച്ച് ആണ്. പിന്നെ അതുപോലെ കപ്പലണ്ടി ഉണ്ട്, അത് പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ എല്ലാം കൊണ്ട് ഒരു കംപ്ലീറ്റ് ഫുഡ് ആവുന്ന തരത്തിലാണ് നമ്മളിപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് നമുക്കിനി 1/2 മുതൽ 3/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് സോഫ്റ്റ് ആവും. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് മിക്സാക്കി എടുക്കണം. പിന്നെ തൈരിൽ കുറച്ച് വെള്ളം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. വെള്ളമുള്ള തൈര് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. പക്ഷേ പുളി കുറവുള്ള തൈര് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു മിക്സ് നമ്മൾ നന്നാക്കി മിക്സാക്കിയിട്ട് എടുക്കണം. ഏതാണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇത് മിക്സാക്കി എടുക്കാനായിട്ട്. വല്ലാതെ ലൂസാവാനും പാടില്ല, എന്നാൽ വല്ലാതെ ടൈറ്റ് ആവാനായിട്ടും പാടില്ല. അതായത് നമുക്കിങ്ങനെ കോരിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മുടെ ഈ ഒരു കൂട്ട് 2 പ്ലേറ്റിലേക്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ 1 പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ട് നമുക്കിത് ആവി കയറ്റിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ 2 പ്ലേറ്റിലും ചെറുതായിട്ട് ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ മിക്സ് വെച്ച് ഇതുപോലെ സ്പൂൺ വെച്ച് നന്നായിട്ട് അങ്ങ് പരത്തി ലെവൽ ചെയ്യുക. അപ്പം 2 പാത്രത്തിലാക്കി ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു കൂട്ട് സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ചു, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു തട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇത്തിരി പൊക്കം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ആവി കയറ്റാനായിട്ടുള്ള ആ തട്ട് അതിലേക്ക് ഇറക്കി വെക്കണം. എൻ്റെ ഈ ആവി കയറ്റുന്ന തട്ട് പലരും കണ്ടിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ. ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ ആവി കയറ്റാൻ പറ്റുന്ന ഒരു തട്ടാണ്. അത് വെച്ച് നമ്മൾ ഇഡ്ഡലി ചെമ്പ് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം നമ്മൾ ഇതിനെ ആവി കയറ്റിയിട്ട് എടുക്കണം. 20 മിനിറ്റ് കഴിഞ്ഞു നമുക്ക് നമ്മുടെ ആവി കയറ്റാൻ വെച്ച അപ്പം എന്തായെന്ന് നോക്കാം. അപ്പോൾ തട്ടൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആ പ്ലേറ്റ് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ കണ്ട ഇതുപോലെ ഇരിക്കും നമ്മളിത് ആവി കയറ്റി എടുത്ത് വരുമ്പോൾ. ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ട് തണുക്കട്ടെ. നിങ്ങൾക്ക് ഇത് തണുത്തതിന് ശേഷം മുറിച്ച് കഴിക്കാം. ഇനി അടുത്ത ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അത് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എന്തായാലും ആ ഒരു സ്റ്റെപ്പും കൂടി ചെയ്തിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ അല്ലെന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ ഇതുപോലെ ഒരു ഇത്തിരി ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ആവി കയറ്റി നന്നായിട്ട് ചൂടാറിയിരിക്കുന്ന ടപ്പം ഇതുപോലെ അതിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു സൈഡ് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും നന്നായിട്ട് നമ്മളൊന്ന് മുരിഞ്ഞ് വരത്തക്ക രീതിയിൽ എടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാവും നമ്മുടെ അപ്പം. പിന്നെ ഇപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ ഇപ്പോൾ കുറച്ച് ഫാറ്റും കൂടി ആവും ഇങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ കംപ്ലീറ്റ് ഫുഡ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഈ ഒരു അപ്പം മാറും. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അപ്പം ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു അപ്പമാണ്. തലേദിവസം നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ആവി കയറ്റിയിടാം. എന്നിട്ട് നമുക്ക് രാവിലെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാനും നമുക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണിത്. ഹെൽത്തി ആയിട്ട് ഉള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടതിന് 1000 നന്ദി.